The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to economics class. I think you all are well. So the last class we discussed about the economic reforms, that is background of economic reforms. Economic reforms in the background എങ്ങനെയാണ് എക്കണോമിക് റിഫോംസിലേക്ക് വന്നതെന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. In the last class we ended with the topic that is 3 pillars of economic reforms is liberalization, privatization and globalization. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. Today we are going to discuss about liberalization. Okay, so what do you mean by liberalization? എന്താണ് liberalization? What is the meaning of liberal? എന്താ liberal എന്ന് വെച്ചാൽ എന്താണ്? ഉദാരം അല്ലേ? ലിബറൽ വാല്യുവേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ചില സബ്ജക്റ്റുകൾ എക്സാമിന് ഡിഫിക്കൽട്ട് ആകുമ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ലിബറൽ വാല്യുവേഷൻ ചെയ്യാൻ പറ്റും. കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്ക് ഇട്ട് കൊടുക്കുക, ലിബറൽ വാല്യുവേഷൻ അല്ലേ? അതുപോലെ തന്നെ ഇവിടെ എന്താ ലിബറൽ, ഒന്ന് വിടുക, അയച്ചു വിടുക, ഉദാരവൽക്കരണം എന്നാണ് അതിൻ്റെ മലയാളം മീനിങ്. So what do you mean by liberalization? It means liberate the economy from restrictions on growth. Before reform, we can see a restriction from the part of government in all areas which created a hindrance to the growth and development. By understanding this, India adopted liberalization measures. It include industrial reforms, financial sector reforms, tax reforms, foreign exchange reforms and trade and investment policy reform. അപ്പോൾ ഈ ലിബറലൈസേഷൻ എന്ന് വെച്ചാൽ ലിബറേറ്റ് ദ എക്കോണമി ഫ്രം ഓൾ റെസ്ട്രിക്ഷൻസ്. എക്കോണമിയിൽ മുന്നേ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ്, കോട്ട, ടാരിഫ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ മൊണോപ്പൊളി അല്ലേ, ഈ എല്ലാ റെസ്ട്രിക്ഷനും എന്ത് ചെയ്യുക, എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക, ഒന്ന് ഉദാരമായി വിടുക. സോ ലിബറലൈസേഷൻ ഇൻക്ലൂഡ്സ് മെനി റീഫോംസ്. ലിബറലൈസേഷനിൽ ഒരുപാട് റീഫോംസ് നമുക്ക് പഠിക്കാനുണ്ട്. എമംഗ് ദം ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ റീഫോം. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്തൊക്കെയാണ് മാറ്റം കൊണ്ടുവന്നത്? ഫൈനാൻഷ്യൽ സെക്ടർ റീഫോംസ് എന്തൊക്കെയാണ്? ടാക്സ് റീഫോംസ് എന്തൊക്കെയാണ്? ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ് എന്തൊക്കെയാണ്? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോം എന്തൊക്കെയാണ്? ഇതാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, the first one is liberalization in industrial sector. Liberalization in industrial sector, that is, in India regulatory mechanisms were enforced in various ways. Industrial licensing, private sector was not allowed in many industries. Some goods could be produced by small scale industries, and the control on price fixation and distribution of selected industrial product. In India there are a lot of regulatory mechanism that is working in industrial sector അല്ലേ? ഒരുപാട് റെഗുലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ചു എക്കോണമിയെ തന്നെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിനെ തന്നെ മൂന്നായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1 ഫോർ ദ ഗവൺമെൻറ്, കാറ്റഗറി 2 ഫോർ ദ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ്, കാറ്റഗറി 3 ഈസ് ഓൺലി ഫോർ പ്രൈവറ്റ് ആൻഡ് ദാറ്റ് ടു ഇറ്റ് ഈസ് വെരി ലിമിറ്റഡ്. നമ്മൾ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പോളിസിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസിങ് പോളിസി വെച്ചിട്ടുണ്ട്. ആൻഡ് പബ്ലിക് സെക്ടർ മൊണോപ്പൊളിയാണ്. പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇന്ത്യൻ എക്കോണമിയിൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്തിട്ടുണ്ട്. ആ റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചില ഗുഡ്സ് ഏതിലേക്കാണ്? സം ഗുഡ്സ് കുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്ക്ക് മാത്രമായിട്ടുള്ളതുണ്ട്. ദ കൺട്രോൾ ഓവർ പ്രൈസ് ഫിക്സേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെലക്റ്റഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ്. പ്രൈസ് ഫിക്സേഷനും ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാത്തിനും മേലെയും ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട് ഡ്യൂറിങ് ദ ടൈം ടിൽ ഏതുവരെ? 1990s വരെ. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? ലിബറലൈസേഷൻ ഇൻ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എന്താണ് സംഭവിച്ചത്? ദാറ്റ് ഈസ്
The reform policies introduced in and after 1991 removed so many restrictions. It includes രണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ പഠിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള ലൈസൻസിങ് പോളിസി, അതുപോലെ തന്നെ സം ഗുഡ്സ് ഈസ് വെസ്റ്റഡ് വിത്ത്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് സം ഗുഡ്സ് ഈസ് വെസ്റ്റഡ് വിത്ത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ കൺട്രോൾ ഓവർ പ്രൈസ് ഫിക്സേഷൻ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ റെസ്ട്രിക്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്തത് ഡ്യൂറിങ് ദ ടൈം ഓഫ് 1991. ആ സമയത്താണ് റിമൂവ് ചെയ്തത്. അത് എങ്ങനെയാണ് റിമൂവ് ചെയ്തത്? ബിക്കോസ് ഇറ്റ് റിമൂവ് ത്രൂ two ways, രണ്ട് വേസിലൂടെയാണ് റിമൂവ് ചെയ്തത്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. Industrial licensing. The industrial licensing was abolished for almost all industries except some industries like alcohol, cigarette, hazardous chemicals, etc. അതായത് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസിങ് ആണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ മോണോപ്പൊളിയാണ് ഫുൾ ഏതിലുണ്ടായിരുന്നത്, ആ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിയിട്ട് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് വാസ് അബോളിഷ്ഡ് പറഞ്ഞത് എന്താണ്? എനി പ്രൈവറ്റ് ഫേം ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് ടു ഡു ദാറ്റ് പെർട്ടിക്കുലർ ബിസിനസ് ദേ ക്യാൻ ഡു, ദാറ്റ് ഈസ് ദ തിങ്. അതായത് ആർക്കാണോ ഇൻട്രസ്റ്റ് ഉള്ളത്, ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്, അവർക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. എക്സെപ്റ്റ് അവിടെ വീണ്ടും കുറച്ച് റെസ്ട്രിക്ഷൻസ് ചില ഇൻഡസ്ട്രീസിന് വെച്ചു. ദാറ്റ് ഈസ് ആൽക്കഹോൾ, സിഗരറ്റ് ആൻഡ് ഹസാഡിയസ് കെമിക്കൽസ്. അല്ലേ, ഒരുപാട് മാരകമായിട്ടുള്ള കെമിക്കൽസ്, ആൽക്കഹോള്, സിഗരറ്റ്, ഇതിനൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്തു? ലൈസൻസിങ് വെച്ചു. ഇത് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ത് വേണം? ലൈസൻസിങ് വേണം. ബാക്കി എല്ലാ ഇൻഡസ്ട്രീസും സ്റ്റാർട്ട് ചെയ്യാനുള്ള ലൈസൻസും ഗവൺമെൻറ് എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്തുകൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിന് ലിമിറ്റ് ചെയ്തത്? ബിക്കോസ് ആൽക്കഹോൾ, സിഗരറ്റ് ആൻഡ് ഹസാഡിയസ് കെമിക്കൽസ്, ആ വേർഡിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇറ്റ് വിൽ അഫക്റ്റ് ദ സൊസൈറ്റി. ഇറ്റ് വിൽ അഫക്റ്റ് ദ സൊസൈറ്റി. സമൂഹത്തിനെ എന്ത് ചെയ്യും? അത് ബാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ മൂന്നെണ്ണത്തിന് റെസ്ട്രിക്ഷൻ വെച്ച് ബാക്കി എല്ലാ ഇൻഡസ്ട്രി തുടങ്ങാനുള്ള റെസ്ട്രിക്ഷൻസും ഗവൺമെൻറ് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ദാറ്റ് ഈസ് വാട്ട് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ഡി-റിസർവേഷൻ. The number of industries reserved for the public sector has been reduced. Only industries which are now reserved for the public sector are defense equipment, atomic energy generation and railway transport. Many goods produced by small scale industries have now been de-reserved. Many industries, the market has been allowed to determine the prices. ഇവിടെ എന്താ? റിസർവേഷൻ ഉള്ളത് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു. ഡി-റിസർവേഷൻ. ഒരു ഗവൺമെൻറ് ഒരുപാട് ഇൻഡസ്ട്രീസ് ദാറ്റ് ഈസ് റിസർവ്ഡ് ഓൺലി ഫോർ ഗവൺമെൻറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ എന്താണ്? ഗവൺമെൻറ്റിന് മാത്രം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റിസർവേഷൻ എന്ത് ചെയ്തു? അബോളിഷ് ചെയ്ത് കളഞ്ഞു. അത് മുഴുവൻ എടുത്തു കളഞ്ഞു. എക്സെപ്റ്റ് അവിടെയും ചില ഇൻഡസ്ട്രീസിന് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്, അറ്റോമിക് എനർജി ജനറേഷൻ ആൻഡ് റെയിൽവേ ട്രാൻസ്പോർട്ട്. ഈ മൂന്ന് ഇൻഡസ്ട്രീസ് ഗവൺമെൻറ്റിന് റിസർവ് ചെയ്ത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഇൻഡസ്ട്രീസും പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, ആ ഇൻഡസ്ട്രീസൊക്കെ എന്ത് ചെയ്തു? പ്രൈവറ്റ് സെക്ടറിന് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അവർക്കും പ്രൈവറ്റ് സെക്ടറിന് എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മറ്റതെന്തായിരുന്നു? ഓൺലി ടു ഗവൺമെൻറ്, അത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ മാത്രമായിരുന്നു. അതൊക്കെ ഡി-റിസർവ് ചെയ്ത് മാറ്റി. ഓക്കെ, ആൻഡ് ഇതുപോലെ തന്നെ ലാസ്റ്റ് വൺ, ദ മാർക്കറ്റ് ഹാസ് ബീൻ അലൗഡ് ടു ഡിറ്റർമിൻ ദ പ്രൈസസ്. ബിഫോർ ദാറ്റ് ദ ഗവൺമെൻറ് ഈസ് ഫിക്സിങ് എ പ്രൈസ് ഫോർ എ പെർട്ടിക്കുലർ കമോഡിറ്റി. ഒരു ബിസിനസ് ഫേമിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ അടുത്ത വർഷം പഠിക്കും മാർക്കറ്റ് ഫോഴ്സസ് ലൈക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതായത് നമ്മൾ ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡും സപ്ലൈയും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രൈസ് ഫിക്സ് ചെയ്യട്ടെ. മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വിൽ ഫിക്സ് ദ പ്രൈസ്. അത് മാർക്കറ്റിന് വിട്ടുകൊടുത്തോളൂ. ഒരു കമ്മോഡിറ്റിയുടെ വില ആരാണ് നിശ്ചയിക്കേണ്ടത്? ദാറ്റ് ഈസ് the market have to fix the price for a particular commodity, not the government. Okay, this is the major reforms that took place in industrial sector. Next one is liberalization in financial sector. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ സെക്ടറിൽ ലിബറലൈസേഷൻ പോളിസി കൊണ്ടുവന്നത്? ഇറ്റ് ഇൻക്ലൂഡ്സ്, ദറ്റ് ഈസ് financial sector includes financial institutions such as commercial banks, investment banks, stock exchange operations and foreign exchange market. The financial sector in India is regulated by RBI, Reserve Bank of India. The policy measures under the financial sector are follows.
അപ്പോൾ till 1991 the financial sector is controlled and regulated by RBI, that is Reserve Bank of India. ഇന്ത്യയിലെ എല്ലാ ഫൈനാൻഷ്യൽ സെക്ടറിനെയും കൺട്രോൾ ചെയ്തതും റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദാറ്റ് ഈസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓപ്പറേഷൻസ് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ +2-ലും ബിസിനസ് സ്റ്റഡീസിലൊക്കെ ആയിട്ട് പഠിക്കും. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഫൈനാൻഷ്യൽ സെക്ടർ? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദ റോൾ ഓഫ് RBI ഫ്രം റെഗുലേറ്റർ ടു ഫെസിലിറ്റേറ്റർ. അവിടെ regulator and to facilitator, the role of RBI has been changed from regulator to facilitator. എല്ലാം കൺട്രോൾ ചെയ്തിരുന്ന RBIയുടെ ആ കൺട്രോളിങ് പവറിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് അവരൊരു ഫെസിലിറ്റേറ്റർ, ഒരു ഹെൽപ്പർ, ഒരു മെൻറ്റർ എന്നുള്ള രീതിയിലോട്ട് മാറ്റി. That is the first reform took place in financial sector. RBI മുന്നേ എങ്ങനെയായിരുന്നു? RBI ആണ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഒരു ഫെസിലിറ്റേറ്റർ, ഒരു ഹെൽപ്പ് ചെയ്യുന്ന ആൾ എന്ന രീതിയിലോട്ട് RBI മാറി. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. Bank branch licensing liberalized. That means any bank can start their branches in India. അതായത് ഒരു ബാങ്കിന് എവിടെ വേണമെങ്കിലും അവരുടെ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് ന്യൂ ജനറേഷൻ. ദാറ്റ് ഈസ് ന്യൂ ജനറേഷൻ പ്രൈവറ്റ് ബാങ്ക്സ് ആൻഡ് ഫോറിൻ ബാങ്ക്സ് അലൗഡ്. സോ many new generation banks like ICIC, HDFC, Federal Bank and foreign banks also allowed. That is private sector ന്യൂ ജനറേഷൻ ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്യാനും ഫോറിൻ ബാങ്ക്സിന് ഇവിടെ വന്ന് ബ്രാഞ്ച് തുടങ്ങാനുള്ള ഫെസിലിറ്റീസ് എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു, അലോ ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് വൺ, ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റൈറ്റ്സ് റെഗുലേറ്റഡ്. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് റിഫോം. ദറ്റ് ഈസ് ഡെപ്പോസിറ്റ് ചെയ്യാനും കടം കൊടുക്കാനുള്ള റേറ്റിലൊക്കെ എന്ത് ചെയ്തു? മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ. നെക്സ്റ്റ് വൺ, ദ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് മെർച്ചന്റ് ബാങ്ക്, മ്യൂച്വൽ ഫണ്ട് ആൻഡ് പെൻഷൻ ഫണ്ട്സ് ആർ അലൗഡ് ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫൈനാൻഷ്യൽ സിസ്റ്റത്തിൽ, ഇവിടെയുള്ള ഇന്ത്യൻ ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിനേഴ്സിന് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. That is the next reform that took place in financial sector. Next one, banks were given autonomy to take the decision. That is, each bank can take the decision. That power has been given by the economic reforms. ഓക്കെ. ഈ എക്കണോമിക് റീഫോംസോട് എന്ത് ചെയ്തു? ഈ ബാങ്ക്സിന് അവരുടെ ഓട്ടോണമി, അവർക്ക് എന്ത് തീരുമാനങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റ് ഇൻ ബാങ്ക്സ് were raised to around 50%. That is foreign investment in Indian banks. That is new generation banks ആയാലും ഗവൺമെൻറ് സെക്ടറിലുള്ള ബാങ്ക്സിലായാലും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ എന്ത് ചെയ്യാം? കൊണ്ടുവരാം. Okay, that is the next important reforms. So these are the important financial sector reforms. Next one is tax reforms. Tax reforms. ടാക്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? That is, tax reforms concerned with the reforms of the government taxation and public expenditure policies, which are collectively known as fiscal policy. The fiscal policy is the policy of the government to control the inflation and deflation in the economy. എക്കോണമിയിൽ ഉണ്ടാകുന്ന പണപ്പെരുപ്പത്തിനെയും ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് ഫിസിക്കൽ പോളിസി. ഗവൺമെൻറ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക? ത്രൂ ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ. പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെയും പൊതുവായിട്ട് ഗവൺമെൻറ് കുറച്ച് എക്സ്പെൻഡിച്ചർ ഇടുന്നുണ്ട് അല്ലേ? ആ പബ്ലിക് എക്സ്പെൻഡിച്ചറിലൂടെയും ടാക്സേഷൻ എന്താണ്? ഗവൺമെൻറ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അതിലൂടെയും എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലേഷനെയും ഡീഫ്ലേഷനെയും കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ +2 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ ടാക്സും എക്സ്പെൻഡിച്ചറും ഉള്ള പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി വാട്ട് യു മീൻ ബൈ ടാക്സ്? Tax is a compulsory payment made by a citizen to the public authority without any direct return. അതായത് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കമ്പൽസറി പേയ്മെൻറ്റ്, കൊടുത്തേ പറ്റുള്ളൂ. ബൈ ഹും? ദറ്റ് ഈസ് കമ്പൽസറി പേയ്മെൻറ്റ്
മെയ്ഡ് ബൈ സിറ്റിസൺ. ആരാണ് കൊടുക്കുന്നത്? സിറ്റിസൺ ആണ് കൊടുക്കുന്നത് ടു ദ പബ്ലിക് അതോറിറ്റി, ദാറ്റ് മീൻ ടു ദ ഗവൺമെൻറ്. ഇനി അത് നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ദർ വാസ് നോ റിട്ടേൺ. ദാറ്റ് ഈസ് വാട്ട് ടാക്സ്. അതിനെയാണ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ടാക്സ് ആർ ടു ടൈപ്സ്. രണ്ട് ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്. The direct tax means tax on income and property. ഒരാളുടെ മേലുള്ള ഇൻകത്തിൻ്റെ മേലെയും പ്രോപ്പർട്ടിൻ്റെ മേലെയും സ്വത്തിൻ്റെ മേലെയും ടാക്സ് ഇടുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതാണ് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും. കോർപ്പറേറ്റ് ടാക്സ് എന്ന് വെച്ചാൽ ബിസിനസ് ഫേംസിന് വരുന്ന ടാക്സ് ആണ് കോർപ്പറേറ്റ് ടാക്സ്. Next one is indirect tax, that is tax levied on goods and services. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേലെ ടാക്സ് ഉണ്ട്. നമ്മൾ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും അതിൽ എന്തുണ്ട്? ടാക്സ് ഉണ്ട് അല്ലേ? സോ അതിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഇൻക്ലൂഡ് വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, ഇപ്പോൾ വന്നിട്ടുള്ള GST, അതൊക്കെ അതിൽ വരുന്നതാണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ടാക്സ് റീഫോംസ്? എന്തൊക്കെയാണ് ടാക്സ് റീഫോംസ്? As a part of liberalization, all taxes were reduced and tax structure was simplified. എല്ലാ ടാക്സും എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ഇൻക്ലൂഡിങ് പേഴ്സണൽ ഇൻകം ടാക്സ്, എക്സൈസ് ടാക്സ്, സെയിൽസ് ടാക്സ്, വാറ്റ്, അങ്ങനെയുള്ള എല്ലാ ടാക്സുകളും എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. ടാക്സ് സ്ട്രക്ചർ ഉണ്ട്. ഇത്ര ഇൻകം വരെയുള്ളവർക്ക് ഇത്ര ടാക്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെ തന്നെ എന്ത് ചെയ്തു? മാറ്റി. ഓക്കെ, and recently the parliament passed a law, that is goods and service tax, in 2016 to simplify and to introduce a unified indirect tax system in India. The law came to effect from July 2017. The GST expected to generate additional revenue for the government, reduce tax evasion and create one nation, one tax and one market. അതായത് ഈ ഇൻഡയറക്റ്റ് ടാക്സിൽ തന്നെ എക്സൈസ് ഡ്യൂട്ടി, വാറ്റ്, സെൻട്രൽ എക്സൈസ് ടാക്സ്, സ്റ്റേറ്റ് എക്സൈസ് ടാക്സ്, അങ്ങനെ ഒരുപാട് ടാക്സ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ടാക്സ് എല്ലാം കൂടി ഒരുമിച്ചുകൊണ്ട് ഒരൊറ്റ ടാക്സ് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കിയതാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നിലവിൽ വന്നത് 2017 അത് നിലവിൽ വന്നു. അങ്ങനെ നിലവിൽ വരികയാണെങ്കിൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? ഇറ്റ് വിൽ ക്രിയേറ്റ് അഡീഷണൽ റവന്യൂ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എന്ത് ചെയ്യും? അഡീഷണൽ റവന്യൂ ആയിരിക്കും, വരുമാനം കിട്ടും, ഗവൺമെൻറ്റിന് അഡീഷണൽ റവന്യൂ കിട്ടും. അതുപോലെ തന്നെ റെഡ്യൂസ് ടാക്സിവേഷൻ. ടാക്സിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് അടയ്ക്കാതെ വെട്ടിച്ചു വിടുക, ടാക്സ് വെട്ടിക്കുക എന്ന് പറയും അല്ലേ? ടാക്സ് അടയ്ക്കാതെ ഗവൺമെൻറ്റിനൊന്നും ടാക്സ് അടയ്ക്കാതിരിക്കുക. ആ ടാക്സ് ഇവേഷൻ എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. ആൻഡ് ടു ക്രിയേറ്റ് വൺ നാഷൻ, വൺ ടാക്സ് ആൻഡ് വൺ മാർക്കറ്റ് എന്നുള്ള ആ ഒരു എയിം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ഇന്ത്യൻ എക്കോണമി, ദാറ്റ് ഈസ് ഇൻ ടാക്സ് റീഫോം സെക്ടർ. ഓക്കെ, ടാക്സ് റീഫോം സെക്ടറിൽ ഇതൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ദ നെക്സ്റ്റ് വൺ ഈസ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. Foreign exchange reserve are the reserve of the foreign currency to meet import expenditure, and exchange rate is the rate at which one currency is exchanged with other currency. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, നമ്മുടെ കയ്യിൽ കുറച്ച് ഡോളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? നമ്മുടെ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡോളർ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ഈ ഡോളറിന് ഓട്ടോമാറ്റിക്കലി ഡോളറിന് ഇന്ത്യൻ റുപ്പിയേക്കാളും വാല്യൂ കൂടുതലാണ്. അതിന് ഇപ്പോൾ $1 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര രൂപ എന്നുണ്ട് അല്ലേ? അപ്പോൾ ആ $1 ആ ഒരു മൂല്യം ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോളർ നമ്മളിവിടെ വെക്കുകയാണ്. എന്തിനാണ്? ടു മീറ്റ് ദ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ. ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺ കറൻസി ഈസ് എക്സ്ചേഞ്ച് വിത്ത് അതർ കറൻസി. ഇപ്പോൾ ഡോളർ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എത്ര റുപ്പിയായി കിട്ടും എന്ന് നോക്കുകയാണെങ്കിൽ അതിനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സി, ദർ ആർ ടു ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്. രണ്ട് ടൈപ്പ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്. ദറ്റ് ഈസ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതിൽ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ബൈ ദ സെൻട്രൽ ബാങ്ക്.
ഇത്ര രൂപയ്ക്ക് ഇത്ര എന്നുള്ള സെൻട്രൽ ബാങ്ക് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയും. ബട്ട് ദ എക്സ്ചേഞ്ച് റേറ്റ് ഈസ് ഫിക്സഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്കറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. Okay, and what are the important changes? That is, the first one, the rupee was devalued. And that rupee devalue ചെയ്യുക, devaluation പറഞ്ഞാൽ എന്താണ്? That is, it means reducing the value of domestic currency in relation with the foreign currency. Foreign currency തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ നമ്മുടെ രൂപയുടെ വാല്യൂ എന്ത് ചെയ്യുക? കുറയ്ക്കുക. അതെന്തിനാ അങ്ങനെ കുറച്ച് എന്ത് സംഭവിക്കും? നമ്മുടെ രൂപയെ ചീപ്പാക്കുക, നമ്മുടെ റുപ്പി ചീപ്പറാക്കുക, അവരുടെ വന്നിട്ട് എക്സ്പെൻസീവ് ആക്കുക. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റുപ്പി ഡിവാല്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? റുപ്പി ഡിവാല്യൂ ചെയ്യുമ്പോൾ, റുപ്പീസ് ഡിവാല്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ലെഡ്സ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മളുടെ അവിടെയുള്ള ഫോറിൻ എക്സ്ചേഞ്ചുകാരൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ഫോറിൻ എക്സ്ചേഞ്ച് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് ഇവിടേക്ക് ഇൻഫ്ലോ ഉണ്ടാകും. ദാറ്റ് ഈസ് ഇൻഫ്ലോ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. foreign exchange inflow ചെയ്യും. That is the important reform that took place in foreign exchange sector. That is the devaluation of currency that helped to increase in the inflow of foreign exchange. And the next one is exchange rate is formally determined by RBI, that is fixed exchange rate. It was replaced by the market determined exchange rate, that is flexible exchange rate. ഓക്കെ, അപ്പോൾ മുന്നേ RBI ആയിരുന്നു എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്തു? മാറ്റിയിട്ട് ദാറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സപ്ലൈ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, അത് തമ്മിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യും. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റീഫോംസ്. ഇതൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള റീഫോംസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റീഫോം. ട്രേഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയിലും എന്ത് മാറ്റം കൊണ്ടുവന്നു? ദാറ്റ് ഈസ് ദ ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി വാസ് ഇനീഷ്യേറ്റഡ് ടു ഇൻക്രീസ് ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി ടു എക്കോണമി. ദാറ്റ് ഈസ് ടു പ്രൊമോട്ട് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ദ ഫോളോയിങ് റീഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഈ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ ഇമ്പോർട്ടൻറ്റ് എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഇൻക്രീസ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കൂട്ടണം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വെളിയിൽ നിന്ന് ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ടെക്നോളജി ഇൻ ടു എക്കോണമി, ന്യൂ ടെക്നോളജീസ് ഇവിടെ കൊണ്ടുവരണം. ഇതാണ് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള റീഫോംസ്? വാട്ട് ആർ ദ ചേഞ്ചസ്? ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ഇമ്പോർട്ട് വർ ലിബറലൈസ്ഡ്. നമ്മളുടെ ഇമ്പോർട്ട് എന്ത് ചെയ്തു? ലിബറലൈസ് ചെയ്തു. നമ്മളൊരു കോട്ട ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഒരു ലിമിറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റ് എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു, ലിബറലൈസ് ചെയ്തു. സെക്കൻഡ് വൺ, ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് കോട്ട ഓൺ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് വാസ് റിമൂവ്ഡ്. ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ഉണ്ടായിട്ടുള്ള കോട്ട, ആ ലിമിറ്റ് എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് വൺ, റെഡ്യൂസ്ഡ് ടാരിഫ് റേറ്റ്. ടാരിഫ് എന്ന് വെച്ചാൽ എന്താണ്? ടാക്സ് അല്ലേ? ഇമ്പോർട്ട് ചെയ്യുമ്പോഴും എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ടാക്സ്, ആ ടാക്സ് എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. നെക്സ്റ്റ് വൺ, റിമൂവൽ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ്. ഇമ്പോർട്ടിലുണ്ടായിട്ടുള്ള എല്ലാ ഡ്യൂട്ടീസും അതിലുള്ള എല്ലാ ചാർജസും എന്ത് ചെയ്തു? റിമൂവ് ചെയ്തു. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇവിടേക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇമ്പോർട്ട് ലൈസൻസിങ് വാസ് abolished except in case of hazardous and environmental sensitive industries. Abolished ഇമ്പോർട്ട് ലൈസൻസിങ്. ഇമ്പോർട്ട് ചെയ്യാനുള്ള ലൈസൻസിങ്, ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ മുന്നേ ലൈസൻസിങ് വേണം. ഇപ്പോൾ ആ ലൈസൻസിങ് മുഴുവൻ അബോളിഷ് ചെയ്തു. എക്സെപ്റ്റ്, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ചിലത് മാത്രം അതിന് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഏതൊക്കെയാണ്? ഹസാർഡിയസ് ആൻഡ് എൻവയോൺമെൻറ്റൽ സെൻസിറ്റീവ് ഇൻഡസ്ട്രീസ്. ഇവിടെ എൻവയോൺമെൻറ്റിന് ദോഷം ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ കെമിക്കൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതിന് ലൈസൻസിങ് വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻ ഓൺ ഇമ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആൾസോ ഫുള്ളി റിമൂവ്ഡ് ഫ്രം ഏപ്രിൽ 2001. അതായത് അഗ്രികൾച്ചർ പ്രോഡക്റ്റിൻ്റെ മേലെയും കൺസ്യൂമർ ഗുഡ്സിൻ്റെ മേലെയും ഉണ്ടായിരുന്നിട്ടുള്ള ഇമ്പോർട്ട് മുഴുവനായിട്ടും എന്ത് ചെയ്തു? മാറ്റി. ഇമ്പോർട്ട് ഡ്യൂട്ടീസ് മുഴുവനായിട്ടും മാറ്റി. അതായത് വെളി രാജ്യത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സും കൺസ്യൂമർ പ്രൊഡക്ട്സും എവിടേക്ക് ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ,
എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ് ടു എൻകറേജ് എക്സ്പോർട്ട്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നിട്ടുള്ള ഡ്യൂട്ടീസ്, അതിനുള്ള കുറേ ചാർജസ് ഒക്കെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ, ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് trade and investment policy reforms. These are the important changes that took place in Indian economy as a result of liberalization. So that's all for today. If you have any doubt, you can contact me. Thank you. Have a nice day.